മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന തിരുവനന്തപുരത്തെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന കേന്ദ്രവിരുദ്ധ സത്യാഗ്രഹത്തിൽ ഒരാളുടെ അഭാവം ശ്രദ്ധേയമാകുന്നു. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ അഭാവം. അദ്ദേഹം അവിടെ എത്തിയില്ല. മന്ത്രി ജോഷി അഗസ്റ്റിനും ചീഫ് വിപ്പ് എൻ ജയരാജും എത്തിയെങ്കിലും ജോസ് കെ മാണി അവിടെ എത്താത്തത് പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുന്നു. അധികാരത്തിന് വേണ്ടി എന്ത് തെണ്ടിത്തരവും കാണിക്കുന്ന ഒരു നേതാവാണ് ജോസ് കെ മാണി. കഴിഞ്ഞ തവണ പാലയിൽ നിന്ന് ജോസ് കെ മാണി പരാജയപ്പെട്ടിരുന്നു മാണി സി കാപ്പന് എതിരെ. പരാജയപ്പെട്ടതിന് ശേഷവും ജോസ് കെ മാണി ഗ്രൂപ്പിന് വലിയൊരു സ്വീകരണമാണ് LDF ലഭിച്ചത്. കഴിഞ്ഞ തവണ 12 സീറ്റിലാണ് ജോസ് കെ മാണി വിഭാഗം മത്സരിച്ചത്. 5 സീറ്റുകൾ മാത്രമാണ് അവർക്ക് നേടാൻ ആയത്. ഫെബ്രുവരിയിൽ നടക്കുന്ന മധ്യമേഖലാ ജാഥയിൽ മധ്യമേഖലയിലെ ക്യാപ്റ്റനായി നിശ്ചയിച്ചിരുന്നത് ജോസ് കെ മാണിയെയാണ്. എന്നാൽ എൻ ജയരാജാണ് ഇപ്പോൾ ക്യാപ്റ്റൻ. എൻ ജയരാജിനെയാണ് ക്യാപ്റ്റൻ സ്ഥാനം ഏൽപ്പിച്ചിരിക്കുന്നത് ജോസ് കെ മാണി. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ LDF നടക്കുന്നുണ്ട്. ഫെബ്രുവരി 6 അങ്കമാലിയിൽ ആരംഭിക്കുന്ന ജാഥ ഫെബ്രുവരി 13 ആറന്മുളയിൽ സമാപിക്കും. ഇതിൽ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചിരിക്കുന്ന ജോസ് കെ മാണിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ കേന്ദ്രവിരുദ്ധ സത്യാഗ്രഹത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടി ഒളിച്ച് തെണ്ടിത്തനം കാണിച്ചിരിക്കുന്നത്. ഇതിനെ പറയുന്നത് തെണ്ടിത്തനം എന്നല്ല, തന്തയില്ലായ്മ എന്ന് തന്നെയാണ്. ഇയാൾക്കൊക്കെ എത്ര തന്തയുണ്ട് എന്ന ചോദ്യം വലിയ പ്രസക്തമായി മാറുന്നു. കുറേ കാലമായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDF നിന്ന് വിട്ട് UDF ചേക്കേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ കാലമായി ആ ശ്രമം നടക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് നയിച്ച കേന്ദ്രവിരുദ്ധ സത്യാഗ്രഹത്തിൽ തിരുവനന്തപുരത്തെ പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ നടത്തിയ കേന്ദ്രവിരുദ്ധ സത്യാഗ്രഹത്തിൽ ജോസ് കെ മാണി എത്താതിരുന്നതിന് കാരണം എന്ത്? ആ ചോദ്യങ്ങൾ എത്തി നിൽക്കുന്നത് ജോസ് കെ മാണി എന്ന മനുഷ്യ അധമൻ്റെ ചാഞ്ചാട്ടത്തിലാണ്. ചാഞ്ചാടി നിൽക്കുകയാണ് ഈ മനുഷ്യ അധമൻ. ജോസ് കെ മാണി UDF പോകാൻ താല്പര്യപ്പെടുന്നു. പാലയിൽ പഴയതുപോലെ സ്വാധീനമില്ല ജോസ് കെ മാണിക്ക്. പാലയിൽ കഴിഞ്ഞവണ ഇയാൾ മത്സരിച്ചിട്ടും മാണി സി കാപ്പനോട് പരാജയപ്പെട്ടു. വളരെ ദയനീയമായി. ഈ സാഹചര്യത്തിൽ ഇയാൾ ഇപ്പോഴുള്ള അവസരം മുതലാക്കി കോൺഗ്രസുമായി അടുക്കുന്നു. പക്ഷേ ഇയാളുടെ കയ്യിലെ കളിപ്പാട്ടങ്ങളല്ല നേതാക്കൾ. മന്ത്രി റോഷി അഗസ്റ്റിനൊക്കെ മാണി ഗ്രൂപ്പിന് വേണ്ടി പൊരുതിയ നേതാക്കളാണ്. ചീഫ് വിപ്പ് എൻ ജയരാജും അങ്ങനെ തന്നെ. പക്ഷേ അവരെയൊക്കെ ചതിച്ചുകൊണ്ട് ജോസ് കെ മാണി മുഖ്യമന്ത്രി രക്തസാക്ഷി മണ്ഡപത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടത്തിയ കേന്ദ്രവിരുദ്ധ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തില്ല. പങ്കെടുക്കാത്തതിൻ്റെ കാരണം ഈ വെളുവെളുത്ത കുപ്പായക്കാരൻ അറിയിച്ചിട്ടും ഇല്ല. ചുരുക്കത്തിൽ മാണി ഗ്രൂപ്പിനെ കൂടെ കൂട്ടുന്നവൻ എന്ന് ആയിരിക്കും. ബാക്കി തെറി പൊളിറ്റിക്സ് കേരള പറയുന്നില്ല. ബാക്കി തെറിയെന്ന് പറയുന്നത് തെറിയൊന്നുമല്ല, അത് കേരളത്തിൽ എന്താ പറയുക, പ്രചുരമാർജിച്ച വാക്കാണ്. ഇന്നയാളെ നമ്പിനവൻ ഉജ്ജ്വല പ്രകടനമായിരിക്കും. എന്തായാലും ജോസ് കെ മാണി പണി കൊടുത്തിരിക്കുന്നു CPM.
മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടാണ് പണ്ട് ജോസ് കെ മാണി ഗ്രൂപ്പിനെ ക്ഷണിച്ചത് LDFിലേക്ക്. അങ്ങനെ ക്ഷണിച്ചപ്പോൾ തന്നെ CPI അടക്കമുള്ള ഘടകകക്ഷികൾ പറഞ്ഞിരുന്നു ഇത് അപകടത്തിലേക്കാണ് എന്ന്. ഇത് വലിയ അപകടത്തിലേക്ക് പോകുമെന്ന് അന്ന് CPI പറഞ്ഞിരുന്നു. അന്ന് CPI പറഞ്ഞത് ഇന്ന് ശരിയായി മാറി. ജോസ് കെ മാണി ഒളിച്ച് കളിക്കുകയാണ്. ഇതിലും നല്ലത് വേറെ വല്ല പണിക്ക് പോവുകയായിരുന്നില്ലേ ജോസ് കെ മാണി എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ആ സമരത്തിൽ പങ്കെടുത്തിരുന്നെങ്കിൽ LDFിൻ്റെ ശക്തി, LDF ഒറ്റക്കെട്ടാണ് എന്ന വികാരം ജനങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. നിങ്ങളെ LDFിലേക്ക് ആരും ക്ഷണിച്ചിട്ടില്ല. നിങ്ങൾ അവിടെ വലിഞ്ഞേറി വന്ന ടീമാണ്. UDFിൽ നിങ്ങൾക്ക് സാധ്യതകൾ കുറവായപ്പോൾ, നിയമസഭാ ഇലക്ഷനിൽ LDF വലിയ വിജയം നേടുമെന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നപ്പോൾ നിങ്ങൾ LDFിനോട് ഒപ്പം കൂടി. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ജോസ് കെ മാണിയെ നമ്പിയാൽ നമ്പിനവൻ ഉജ്ജ്വല പ്രകടനം ആയിരിക്കും. അതൊക്കെയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. എന്തായാലും ജോസ് കെ മാണി തെണ്ടിത്തനം കാണിച്ചിരിക്കുന്നു. തെണ്ടിത്തനം എന്ന് പറഞ്ഞാൽ തന്തയില്ലായ്മ കാണിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇടതുപക്ഷത്തെ സൈബർ ഇടങ്ങളിൽ ജോസ് കെ മാണി വീരപുരുഷനായിരുന്നു ഇതുവരെ. ഈ റിപ്പോർട്ട് പൊളിറ്റിക്സ് കേരള പുറത്ത് വിടും വരെ. പക്ഷേ ജോസ് കെ മാണി എന്താണ് ഏതാണ് എന്നിപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. സ്വന്തമായി ഒരു നിലനിൽപ്പില്ലാത്ത, സ്വന്തമായി ഒരഭിപ്രായമില്ലാത്ത, അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി ആരുടെയും കാല് നക്കുന്ന നേതാവായി ജോസ് കെ മാണി അധപതിച്ചിരിക്കുന്നു. ജോസ് കെ മാണിയുടെ ഈ അധപതനത്തിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് KM മാണിയും അങ്ങനെ ആയിരുന്നു. KM മാണി ഇതുപോലെ തന്നെ പലപ്പോഴും UDFിനെ പ്രതിസന്ധിയിൽ ആക്കിയിട്ടുണ്ട്. ബാർക്കോഴ അടക്കമുള്ള വിവാദങ്ങൾ KM മാണിക്കെതിരെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തകർന്ന് തരിപ്പണമായപ്പോൾ ഒരു കൈ താങ്ങ് കൊടുത്തത് LDF ആണ്. പിന്നീട് ജോസ് കെ മാണിയും ടീമും LDFിലേക്ക് വന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF തരംഗം ഉണ്ടായപ്പോൾ ജോസ് കെ മാണി LDFിനോടൊപ്പം നിന്ന് വിജയത്തിൻ്റെ മധുരം നുകർന്നു. ഇപ്പോൾ അതേ ജോസ് കെ മാണി LDFിനെ ചതിച്ചിരിക്കുന്നു. ഇയാൾക്ക് പാലയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ എന്താണ് തടസ്സം? ഇയാൾ ഡിമാൻഡ് വയ്ക്കുകയാണ്. തിരികെ UDFിലേക്ക് പോയി കഴിഞ്ഞാൽ ഇയാൾക്ക് ചെക്ക് വയ്ക്കാൻ, അല്ലെങ്കിൽ ഇയാളുടെ നെഞ്ചിൽ റീത്ത് വയ്ക്കാൻ ജോസഫ് ഗ്രൂപ്പ് തയ്യാറായി നിൽപ്പുണ്ട്. അപ്പോൾ കാണണവനെ അപ്പ എന്ന് വിളിക്കുന്ന ജോസ് കെ മാണി നിങ്ങളെ ഓർത്ത് പൊളിറ്റിക്സ് കേരള ലജ്ജിക്കുന്നു, തലകുനിക്കുന്നു. അത്രയേ ഞങ്ങൾക്ക് പറയാൻ പറ്റൂ.